ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയതിനു ശേഷം ഇതുപോലെ ദുരന്തമായി പര്യവസാനിച്ച ഒരു എപ്പിസോഡ് വേറെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ എപ്പിസോഡുകളും കഴിഞ്ഞ് നമ്മൾ അതിന്റെ റിവ്യൂ പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിഗംഭീരമായിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ചയിനേക്കാൾ മനോഹരമായിരുന്നു എന്ന രീതിയിലായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. വെറുതെ കുറച്ച് ക്വിസ് കോമ്പറ്റീഷൻ എന്ന പേരിൽ എന്തൊക്കെയോ പരിപാടികൾ നടത്തുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ലാലേട്ടനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോന്നിത് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. സത്യത്തിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ കോമാളി വേഷം കെട്ടിച്ച് അവിടെ നിർത്തുവാൻ ബിഗ് ബോസിനുണ്ടായ ധൈര്യം അത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ മണ്ടത്തരം, അതിനെ മണ്ടത്തരമെന്നോ വൃത്തികേടെന്നോ എന്ത് പറഞ്ഞ് വിശേഷിപ്പിച്ചാലും തെറ്റാവുകയില്ലെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഡേഞ്ചറസ് ക്വീൻ എന്ന ആ പ്രോഗ്രാം, ആ ഒരു ടാസ്കിൽ ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി മാറുന്നു. ജിൻഡോയാണോ മുടിക്ക് പിടിച്ചത്, അതോ ഗബ്രിയാണോ മുടിക്ക് പിടിച്ചത്, അർജുനാണോ പിടിച്ചത്, ഇനി മുടിക്ക് പിടിച്ചിട്ടുണ്ടോ, ഇതെല്ലാം വലിയ ചർച്ചയും വാഗ്വാദങ്ങളും ഒക്കെയായി. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ലാലേട്ടൻ വന്നത്. ഈ ക്ലാരിറ്റി എന്നുള്ള വാക്ക് ഇപ്പോൾ ഈ സീസണിൽ അങ്ങനെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗബ്രിയും ജാസ്മിനുമാണ് ഈ ക്ലാരിറ്റിയും കൊണ്ടുവന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു ക്ലാരിറ്റിയുമായിട്ട് ലാലേട്ടൻ വരികയാണ്. എന്താണ് ലാലേട്ടൻ കൊടുത്ത ക്ലാരിറ്റി? കഴിഞ്ഞ ദിവസം ലൈവിലും എപ്പിസോഡിലും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ട ആ ദൃശ്യങ്ങൾ ആ വീട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നാൽ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആരെയാണ് പിടിച്ചത്, മുടിക്ക് പിടിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടത് ആവശ്യമായിരുന്നു. ഈ ക്ലിപ്പുകൾ കണ്ടതിന് ശേഷവും മത്സരാർത്ഥികൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ജിൻഡോയാണോ കുറ്റക്കാരൻ, അതോ ഗബ്രിയാണോ കുറ്റക്കാരൻ, അർജുനാണോ ക്യാപ്റ്റനാണോ, എവിടെ ആർക്കാണ് പിഴച്ചത്, ഇതിനെക്കുറിച്ച് ഒന്നും ഒരു വ്യക്തത വരുത്താതെ അത് വെറുതെ കാണിച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തോളൂ എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു നിലവാരം എത്ര ഭയങ്കര തോൽവിയായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശരിക്കും ബിഗ് ബോസിൻ്റെയൊക്കെ റിലേ തന്നെ അടിച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത്. കൂടാതെ പ്രേക്ഷകർ ഇന്ന് പ്രതീക്ഷയോടുകൂടി നോക്കി കാത്തിരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വീട്ടിൽ നടന്ന ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജയിലിനകത്ത് നടന്ന മോശമായിട്ടുള്ള പരാമർശങ്ങളും ബഹളവും തല്ലുമൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാൻ പോലും ലാലേട്ടൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, പവർ ടീമിനെ എല്ലാ ആഴ്ചയിലും വളരെ വിശദമായി നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഈ പ്രാവശ്യം ആ മേഖലയിലേക്ക് തിരിഞ്ഞതേയില്ല. ഈ പ്രാവശ്യത്തെ പവർ ടീം എന്ന് പറയുന്നത് അട്ടർ ഫെയിലിയർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പവർ ടീം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ബാഡ്ജും കുത്തി അവിടെ നടന്നതല്ലാതെ, വെറും നോക്കുകുത്തികളായിട്ട് അവർ മാറിയതല്ലാതെ ഒന്നും തന്നെ നടന്നില്ല. അവരവരുടെ അധികാരം ഉപയോഗിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് അവരങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പോലും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലുള്ള പല വിഷയങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ പരാമർശിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. സമ്പൂർണ്ണ ശോകം, സമ്പൂർണ്ണ പരാജയം എന്ന് മാത്രമേ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ.